ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സാധ്യതകൾ പറയുമ്പോൾ പല രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ അവൻ പുറത്ത് പോയിട്ടുണ്ടായിരിക്കുന്ന 3 രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യോ. He might have gone out. He might have gone out എന്ന് പറയാം. He may have gone out. might വെച്ചിട്ടും പറയാം, may വെച്ചിട്ടും പറയാം. He may have gone out. ഇനി could വെച്ചിട്ടും പറയാം. He could have gone out അങ്ങനെയും പറയാം. ഓക്കെ, അതേപോലെ തന്നെ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കാം സാധ്യത. He might have done it. He might have done it. He may have done it. may വെച്ചിട്ട് he may have done it. could വെച്ചിട്ട് he could have done it. അങ്ങനെയാണെങ്കിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കാം സാധ്യതയാണ്. എങ്ങനെയാ പറയാൻ നിങ്ങളിവിടെ കോമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇതെല്ലാം വളരെ സിമ്പിളാണ്. ഇത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്. പക്ഷേ നമ്മൾ ബേസിക് മാത്രം പഠിച്ചാൽ പോരാ, അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും കുറച്ച് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് മെയിൻ. ഒരുപാട് ഗ്രാമർ പഠിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യമില്ല. എപ്പോഴും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക, നല്ല ഇംഗ്ലീഷ് കേൾക്കുക, സംസാരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളില്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ, ഇപ്പോൾ 24 hours നിങ്ങൾ ഫ്രീ ഉള്ള ഒരു 3/4 മണിക്കൂറില്ലേ, ആ സമയത്ത് ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. വളരെ ചെറിയ ഫീ ആണ്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ പോകാം, ബയോയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.